അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ രണ്ടാമത്തെ പരീക്ഷ ഖുർആൻ ഹിഫ്ള് തദ്രീബു തിലാവ, ഇതാണ് പരീക്ഷ. അതിൽ ഖുർആൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ഏത് ആയത്ത് വന്നാലും എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, പരമാവധി എങ്ങനെ മാർക്ക് നേടാം, അത് ഏത് ആയത്ത് വന്നാലും, ഞാൻ പറയുന്ന ആയത്ത് തന്നെ വരണമെന്നില്ലല്ലോ. അപ്പം ഏത് ആയത്ത് വന്നാലും നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള, പരമാവധി മാർക്ക് നേടാനുള്ള ഐഡിയ എന്താണ്, അത് നമ്മൾ നോക്കി വെക്കാനും അത് പഠിക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് സൂറത്ത് ഫുർഖാൻ മുതൽ സൂറത്തുൽ അങ്കബൂത്ത് വരെ ഏത് ഭാഗവും പരീക്ഷയ്ക്ക് വരാം. അപ്പം ഇതെല്ലാം കൂടി പരീക്ഷാ തലേന്ന് ഓതി പഠിച്ചു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും കഴിയില്ല. അപ്പോൾ നമുക്ക് കഴിയുന്ന പരിപാടി എന്താണ്, നമ്മൾ ഈ ഖുർആനിൽ ഏത് ആയത്ത് കിട്ടിയാലും അതെങ്ങനെ വൃത്തിക്ക് ഓതാം, അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ഭാഗം ഏതാണെന്ന് നോട്ട് ചെയ്യുക. അതെന്തായാലും വരാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് വന്നത് സൂറത്തു നംലിലെ 6-7 ആയത്തുകളാണ്. കഴിഞ്ഞ വർഷം സൂറത്തു നംല് സൂറത്തിലെ 6-7 ആയത്തുകളാണ് പരീക്ഷയ്ക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം പരീക്ഷയ്ക്ക് ആ ചോദ്യം വരാൻ സാധ്യത കുറവാണ്. 6-7 ഈ 2 ആയത്തുകളാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന 6-7. ഇനി ഈ വർഷം എന്തായാലും അത് വരാൻ സാധ്യതയില്ല. ഇനി വേറെ ഏതെല്ലാം സാധ്യതകളുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഓതുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ പരീക്ഷൻ്റെ മാർക്ക് നോക്കുക. 30 മാർക്കിലേക്കാണ് നിങ്ങൾക്ക് ഓതാനുള്ളത്, അഥവാ ഖുർആൻ ഓതിപ്പിക്കലിന് 30 മാർക്കാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ എന്ന് പറഞ്ഞാൽ സ്റ്റെക്ക് ഇല്ലാതെ ഓതുന്നതിന് 18 മാർക്കാണ് ഉണ്ടാവും. 18 മാർക്ക് നിങ്ങൾ സ്റ്റെക്ക് ഇല്ലാതെ ഓതണം. പിന്നെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിൽ ഇതാണുള്ളത്, ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ നല്ല ഒച്ചത്തിൽ തന്നെ ആ ഇസ്തിഇലാഓട് കൂടി ഓതുകയാണെങ്കിൽ അതിന് 3 മാർക്ക്. അതുപോലെ സാക്കിനായ മീമിന്റെ ഇദ്ഗാം അത് ശ്രദ്ധിച്ചോതിയാൽ 3 മാർക്ക്. അതുപോലെ സാക്കിനായ മീമിന്റെ ഇഖ്ഫാ അത് ശ്രദ്ധിച്ചോതിയാൽ 3 മാർക്ക്. സാക്കിനായ മീമിന്റെ ഇൽഹാർ അത് വെളിവാക്കേണ്ട സ്ഥലമാണ്, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ 3 മാർക്ക്. ഇങ്ങനെ 30 മാർക്കിലേക്കാണ് നിങ്ങൾക്ക് ഖുർആൻ ഓത്ത് പരീക്ഷ ഉണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് തദ്രീബു തിലാവന്റെ ചോദ്യങ്ങളുള്ള ഭാഗമാണിത്. കണ്ടില്ലേ, ഇത് 20 മാർക്കിനെ ഉണ്ടാവുള്ളൂ. ഇത് സിമ്പിൾ ചോദ്യമാണ്. അത് നമ്മൾ തദ്രീബു തിലാവന്റെ റിവിഷൻ ഞാൻ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറഞ്ഞു തരാം. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ ഖുർആനിലെ ഏതെല്ലാം സാധ്യതകൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അഥവാ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളെ മാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാക്കിനായ മീമ് വരുന്ന സ്ഥലത്ത്, അഥവാ സാക്കിനായ മീം എന്ന് പറഞ്ഞാൽ എന്താണ്, സുക്കൂനുള്ള, അഥവാ നമ്മൾ സാധാരണ 0 കാണില്ല, ആ 0 ഉള്ള മീം, ആ മീം കാണുന്ന സ്ഥലത്ത് അവിടെ എന്താണ്, ഇങ്ങനത്തെ മുസാഫാണെങ്കിൽ നീല കളർ ഉണ്ടാകും ഇഖ്ഫ ആകുമ്പോൾ, അപ്പോൾ അവിടെ മറച്ചു മണിക്കേണ്ടി വരും. അതുപോലെ ഇൽഹാർ ആണെങ്കിൽ അവിടെ മീം വെളിവാക്കി ഓതേണ്ടി വരും. അതുപോലെ പിന്നെ വേറൊരു മീം, അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു മീം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് ചേർത്തി ഉന്നത്ത് ചെയ്ത് മണിച്ചോതേണ്ടി വരും. ഈ 3 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുറച്ച് ആയത്തുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത് ദുൽഖഅദ് മാസത്തിൽ പഠിക്കേണ്ട പാഠഭാഗത്തു നിന്നാണ്. ഈ വർഷവും അങ്ങനെ വരാം എന്ന സാധ്യത വെച്ചുകൊണ്ട് ദുൽഖഅദ് മാസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു ശുഅറാഇന്റെ 41-ാമത്തെ ആയത്താണ്. സൂറത്തു ശുഅറാഇന്റെ 41-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു നംലിന്റെ 55-ാമത്തെ ആയത്ത് വരെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ സൂറത്തു ശുഅറാഇന്റെ 41-ാമത്തെ ആയത്ത് മുതൽ ഏതെല്ലാം സ്ഥലത്ത് നമ്മളെ മീമിന്റെ നിയമം, അഥവാ നമ്മൾ പഠിച്ച തദ്രീബു തിലാവയിൽ പഠിക്കുന്ന മീമിന്റെ ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ ഇത് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഉണ്ടോ ആ ഭാഗങ്ങൾ നമുക്ക് നന്നായി ഓതി പഠിക്കാം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചോദ്യം അങ്ങനെ വരാനാണ് സാധ്യത. അത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യമായി വരുന്നത് ഇവിടെയാണ്. എവിടെ, ഇതാ നോക്കുക, ഇവിടെ 96-ാമത്തെ ആയത്ത്, സൂറത്തു ശൂറാന്റെ 96, 97, 98 ഈ 3 ആയത്തുകൾ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ പോവാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് കാണുന്നില്ലേ?
ഖാലൂ വഹും ഫീഹാ യഖ്തസിമൂൻ. ഇവിടെ ചുവപ്പ് കളർ കണ്ടോ? അഥവാ ഈ മീമിന് ശേഷം ഏത് അക്ഷരം വന്നിട്ട്? ഫീ എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിവാക്കി ഓതണം. ആരെ വെളിവാക്കണം? മീമിനെ. എങ്ങനെ മീമിനെ വെളിവാക്കുക? വഹും ഇങ്ങനെ വെളിവാക്കല്. അപ്പോ ഇവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഇതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ വഹും ഫീഹാ യഖ്തസിമൂൻ. പിന്നെ ഇവിടെ നമ്മളെ ഖുതുബ് ജദിന്റെ അക്ഷരങ്ങളുണ്ട്. മുഴക്കത്തോടു കൂടി സംസാരിക്കേണ്ട ഉച്ചരിക്കേണ്ട അക്ഷരം അതാണ് ഖാഫ്. അതുപോലെ ഹുസൽ യത്തിൻഖിൽ എന്ന് പറയുന്ന ഇസ്തിലാന്റെ അക്ഷരമുണ്ട്. അപ്പൊ ഇത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിച്ചോദണം. ഖാലു കാലു കാലു നോതരുത്. കാലു കാലു നോതി ഞങ്ങളെ മാർക്ക് പോകും. കാലു നോദിയാൽ. അതേപോലെ വഹും യഖ്തസിമൂൻ അങ്ങനെ വഹും ഫീഹ അങ്ങനെ ഓതിയാലും മാർക്കാണ് പോകും. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ വഹും ഫീഹാ യഖ്തസിമൂൻ. തല്ലാഹി ഇവിടെ തല്ലാഹി എന്ന് ഓതരുത്, താല്ലാഹി എന്ന് ഓതരുത്. എന്താ ഓതേണ്ടത്? തല്ലാഹി. ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. കണ്ടോ? ഇവിടെ എന്തുണ്ട്? ഇവിടെ മണിക്കാണ്ട്. അതായത് തൻവീനും മീമും കൂടി വരുന്ന സ്ഥലമാണ്. അപ്പം മണിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. കണ്ടോ? ഇവിടെ മീമിന് ശേഷം ബാ ഉണ്ട്. മീമിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, മറച്ചു മടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. അപ്പോൾ ഞാൻ ഒന്നാമത് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഇനി നമുക്ക് മറിക്കാം. ഇനി നമുക്ക് പ്രതീക്ഷയുള്ള ചോദ്യം ഇതാണ്. പിന്നെ സൂറത്തു ഷുഅറാഇന്റെ 165 അല്ല 166 167 168 ഇവിടെ സാധ്യത ഉണ്ട്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون. ശ്രദ്ധിക്കണം. എന്ത്? ലക്കും വെളിവാക്ക. ലക്കും. പിന്നെ റബ്ബുക്കും മിൻ ഇവിടെ മണിക്ക. റബ്ബുക്കും മിൻ. പിന്നെ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. ഇവിടെ പിന്നെ നൂനുണ്ട്, സാക്കിനായ നൂനുണ്ട്. അത് വെളിവാക്കേണ്ട സ്ഥലമാണ്, ഇദ്ഹാറാണ്. അതേപോലെ ഇവിടെ തൻവീനാണ്, അതിന് ശേഷം ഐനാണ്. അപ്പോൾ വെളിവാക്കേണ്ട സ്ഥലമാണ്, അതും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നിർത്തുക, ഒരു കുഴപ്പമില്ല, ഒരു പോലീസ് നിങ്ങളെ പിടിക്കൂല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ലഇല്ലം ഇവിടെ ശ്രദ്ധിക്കുക. ലഇല്ലം ഇവിടെ നൂൻ എന്താകാൻ പാടില്ല? ഓതാൻ പാടില്ല, സൈലന്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ലഇല്ലം തൻതഹി യാ ലൂതു ലതകൂനന്ന മിനൽ മുഖ്റജീൻ. ലതകൂനന്ന മിനൽ മുഖ്റജീൻ. പിന്നെ ഇവിടെ നൂന് സൈലന്റ് ആണ്. പിന്നെ തൻതഹിന്റെ അവിടെ മണിക്കണം, മീമ് വെളിവാക്കണം. قالوا لئن لم تنتهي يا لوط لتكونن من المخرجين قال إني لعملكم من القالين لعملكم من القالين. ഇനി നമുക്ക് സൂറത്തു ഷുഅറായിൽ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فيأتيهم بغتة وهم لا يشعرون. ഇവിടെ മണിക്കുക, ഇവിടെ വെളിവാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون أفبعذابنا يستعجلون أفرأيت إن متعناهم سنين
ثم جاءهم ما كانوا يوعدون. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് പിന്നെ മീമിൻ്റെ ഇദ്ഗാമ്, മീമിൻ്റെ ഇഖ്ഫാ, മീമിൻ്റെ ഇൽഹാർ, ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന അടുത്തടുത്ത രണ്ട് ആയത്തുകൾ, അതായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്ത സൂറത്ത് നംൽ. അപ്പോൾ സൂറത്ത് ഷുആറയിൽ ദുൽഖഅദ് മാസത്തിൽ വരുന്ന പാഠഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ സൂറത്ത് നംലിലേക്ക് പോകാം. സൂറത്ത് നംലിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ഭാഗങ്ങളാണ്, അത് വരാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. ഈ 6-7 ആയത്തുകളാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. ഇനി നമുക്ക് സാധ്യത ഉള്ളത് നമുക്ക് നോക്കാം. ഇനി സാധ്യത ഉള്ളതാണ് ഇവിടെയാണ്. സൂറത്തു നംലിൽ ഇവിടെ നല്ല സാധ്യത ഉണ്ട്. കാരണം ഇവിടെ ഇവിടെ ഒരു ഇഖ്ഫാ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇഖ്ഫാ വന്നു, പിന്നെ ഒരു ഇദ്ഗാം വന്നു, ഇവിടെ എന്ത് വന്നു, ഇൽഹാറും വന്നു. അപ്പോൾ ഇത് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇർജി ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിർത്തുക. ഇനി ഇവിടുന്ന് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ വലനുഖ്രിജന്നഹും മിൻഹാ അദില്ലതൻ വഹും സാഗിറൂൻ. നന്നായി ഓതി പഠിക്കണം കേട്ടോ. കുറച്ച് റിസ്ക്കുള്ള ആയത്താണ്. കുട്ടികൾ ശരിക്കും നന്നായി ഓതി പഠിക്കണം. ഒരുപക്ഷെ ഈ ഒരൊറ്റ ആയത്ത് മതി. എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട്. പിന്നെ എന്തുണ്ട്, നമ്മളെ ഇൽഹാർ ഉണ്ട്, ഇദ്ഗാം ബിഉന്നുണ്ട്, ഇദ്ഗാം ഉണ്ട്, പിന്നെ ഇഖ്ഫാ ഉണ്ട്, പിന്നെ വേണ്ട ഖുതുബുജദിന്റെ അക്ഷരങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിക്കുക. പിന്നെ അതിന്റെ തൊട്ടടുത്ത ആയത്തും കൂടി നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്തൊന്നും കൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇർജി ഇലൈഹിം ഫലനഅതിയന്നഹും ബിജുനൂദിൻ ലാ ഖിബല ലഹും ബിഹാ فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. قال يا أيها الملأ أيكم يأتيني بعرشها قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ, സ്റ്റോപ്പ് ആക്കിയിട്ട് ഓതാൻ നല്ലത്. ശ്വാസം കിട്ടുന്നില്ല. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. ഇനി നമുക്ക് ഹിഫ്ള് സൂറത്ത് പരീക്ഷയ്ക്ക് ഏതൊക്കെ വരാം നോക്കാം. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത് സബ്ബിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ ഇഖ്റ ബിസ്മി. സബ്ബിസ്മ റബ്ബിക്കൽ തുടക്കം മുതൽ 7 ആയത്തുകൾ, ഇഖ്റ ബിസ്മി 6 ആയത്ത്. പിന്നെ നമ്മൾ തദ്രീബിലെ ഓരോ ബോക്സുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ലംയക്കുനി, അതുപോലെ ഇഖ്റ ബിസ്മി, അതുപോലെ എന്താണ് സബ്ബിസ്മ റബ്ബിക്കൽ അഅല. ഈ 3 സൂറത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 സൂറത്തുകൾ ഏത് സൂറത്തും ചോദിക്കുക. പിന്നെ ഹിഫ്ളിന് വരിക ഇതാണ്, ഈ തദ്രീബു തിലാവയിൽ ഇതുപോലത്തെ പെട്ടികളിലുള്ളത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇതുപോലത്തെ പൂരിപ്പിക്കാനുണ്ടാവും. അടുത്തത് റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വഅൻത ഖൈറുർ റാഹിമീൻ.
റബ്ബന കഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. കാണാതെ പഠിക്കുക എല്ലാവരും. അടുത്തത് റബ്ബന മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ. അപ്പോൾ ഇത് നന്നായി പഠിക്കുക എല്ലാവരും. നല്ല മാർക്കോടെ പാസ്സാകുക. അസ്സലാമു